ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐയും ശക്തമായ പ്രതിഷേധം തീർത്തിട്ടുണ്ട്. സുരേഷ് ഗോപിക്കെതിരെ ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു, സുരേഷ് ഗോപി ഇപ്പോഴും സിനിമയിലാണെന്ന ബോധ്യത്തിലാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. വി കെ സനോജും വി വസീഫുമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. സുരേഷ് ഗോപി തരംതാണ കാഴ്ചയാണ് കാണുന്നതെന്നും അതിനെ പുച്ഛിച്ച് തള്ളണമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. അവരുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഈ ചോദ്യം കേട്ടാൽ തന്നെ നമുക്കറിയാമല്ലോ, സുരേഷ് ഗോപിക്ക് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ആ കളിയാണ് തുടക്കം മുതലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സുരേഷ് ഗോപി ഇപ്പോഴും സിനിമയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടില്ല. ഒരു നിലവാരവുമില്ലാത്ത ഒരു MP ആയും കേന്ദ്രമന്ത്രിയുമായിട്ട് സുരേഷ് ഗോപി ഈ തരം താഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ പുച്ഛിച്ച് തള്ളണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഇത്തരത്തിലുള്ളവന്മാരെ നിലക്ക് നിർത്താൻ കൂടി നിങ്ങൾ കൂടി തയ്യാറാകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള ചില വാർത്തകൾ മാധ്യമങ്ങൾ വേണ്ട വിധത്തിൽ കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കണം. എത്രമാത്രം മോശമായ ഭാഷയിലാണ് പല ഘട്ടങ്ങളിൽ മാധ്യമപ്രവർത്തകരോട് പെരുമാറിയത്. ഒരു വനിതാ മാധ്യമപ്രവർത്തകയോട് അങ്ങേയറ്റം ഹീനമായ ഭാഷയിലും ഹീനമായ ചേട്ടയിലും പെരുമാറിയിട്ടും അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഉയർന്നു വന്നപ്പോൾ സുരേഷ് ഗോപിയെ മഹത്വവൽക്കരിച്ച കുറേ ആളുകൾ ഇവിടെയുണ്ട്. പക്ഷേ തുടർച്ചയായി കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് അങ്ങേയറ്റം മോശമായ ഭാഷയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയെ കേരളത്തിലെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും ഇതാണ് സുരേഷ് ഗോപിയുടെ വിവരക്കേടുമായി ബന്ധപ്പെട്ട് ഉള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളും രാഷ്ട്രീയ സംവാദങ്ങളും.